നൊന്തുപറ്റ സ്വന്തം മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് റെയിൽവേ ട്രാക്കിൽ മരണം കാത്തിരുന്ന ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും വേദനാജനകമായ കഥകൾ ഓരോ ദിവസം പോകും തോറും കൂടുതൽ കൂടുതൽ മറ നീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ജീവിക്കുവാൻ സാധ്യമായ എല്ലാ വഴികളും നോക്കി ഒടുവിൽ പരാജയപ്പെട്ട ആ അമ്മ തൻ്റെ കുഞ്ഞുങ്ങളുമായി മരണം എന്ന വഴി തിരഞ്ഞെടുക്കുമ്പോൾ പ്രതിക്കൂട്ടിലെത്തി നിൽക്കുന്നത് പല വ്യക്തികളാണ്. ഒന്നാമത് ഭർത്താവ്, രണ്ടാമത് ഭർത്താവിൻ്റെ സഹോദരനായ പുരോഹിതൻ, മൂന്നാമത് സഭ, നാലാമത് സഭയുടെ കീഴിലുള്ള സ്ഥാപനം. സ്വന്തം സഭയിലുള്ള ഒരു പെൺകുട്ടിയുടെ തീവ്രവും ഭീകരവുമായ പ്രതിസന്ധികളെ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിച്ച സഭയ്ക്കെതിരായി സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നും വ്യാപകമായ പ്രതിഷേധം ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെയും ഈ വിഷയത്തിൽ തുടർന്നിരുന്ന മൗനം വെടിഞ്ഞുകൊണ്ടിപ്പോൾ സഭയും സഭ ചുമതലപ്പെടുത്തിയ പല വ്യക്തികളും രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ഈ സംഭവം ഉണ്ടായി മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ തന്നെ നമ്മളിതൊക്കെ പ്രവചിച്ചിരുന്നതാണ്. ഈ ഒരു ദാരുണ സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട വ്യക്തികൾ, സ്ഥാപനങ്ങൾ അത് മറ്റു പലരുടെയും തലയിൽ കൊണ്ടുവന്നിച്ച് രക്ഷപ്പെടുവാൻ ശ്രമിക്കുമെന്നും കുറ്റം ഷൈനിയുടെയും ഷൈനിയുടെ കുടുംബത്തിന്റെ മേൽ ചാർത്തുമെന്നും ഷൈനി കടുത്ത ആത്മഹത്യാ പ്രവണതയുള്ള വ്യക്തിയാണെന്നും മാനസിക രോഗിയാണെന്നും ഒക്കെയുള്ള വ്യാഖ്യാനങ്ങൾ പുറത്തു വരുമെന്നും ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതെല്ലാം ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. സഭ അതിവിദഗ്ധമായ രീതിയിൽ ഷൈനിയെയും കുടുംബത്തെയും ബലിയാടുകളാക്കി രക്ഷപ്പെടുവാനുള്ള പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള പ്രസ്താവനകളിൽ അതിശയോക്തി തോന്നേണ്ട കാര്യമില്ല. പ്രസ്ഥാനങ്ങൾക്കൊരിക്കലും തെറ്റ് ഏറ്റുപറയുവാനോ തിരുത്തുവാനോ കഴിയില്ല. അഭയ കൊലക്കേസ് മുതൽ ഇങ്ങോട്ട് സംഭവിച്ചിട്ടുള്ള ഒട്ടനവധി വിഷയങ്ങൾ നമ്മുടെയൊക്കെ കൺമുൻപിലുണ്ട്. പുരോഹിതന്മാർ കാണിച്ച പല ക്രൂരതകളും വെളിപ്പെടുകയും അവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്തിട്ട് പോലും സഭ ഒരിക്കലും തങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് ഏറ്റുപറയുവാൻ തയ്യാറായിട്ടില്ല. ഇനിയും അതുണ്ടാവുമെന്ന് ആരും പ്രതീക്ഷിക്കുകയും വേണ്ട. ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും മരണത്തോടുള്ള ബന്ധത്തിൽ പുറത്തു വന്നിരിക്കുന്ന ചില വോയിസ് ക്ലിപ്പുകളുണ്ട്. അതിൽ ക്നാനായ സഭയെ സമ്പൂർണ്ണമായി ന്യായീകരിച്ചുകൊണ്ട് സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. അതിലേറ്റവും ദൗർഭാഗ്യകരവും വേദനാജനകവും എന്ന് പറയുന്ന ഒരു സന്ദേശം സഭയുടെ പിതാവായിരിക്കുന്ന മാർ തറയിൽ പുറത്തുവിട്ടിരിക്കുന്ന ഒരു സംഭാഷണമാണ്. മാർ തറയിൽ പിതാവ് പറഞ്ഞ് ആരംഭിക്കുന്നത് തന്നെ ഒരു സ്ത്രീ കഴിഞ്ഞ ദിവസം ട്രെയിനിന്റെ മുൻപിൽ ചാടി എന്നുള്ളതാണ്. നമ്മുടെ സഭയുടെ ഒരു അംഗമെന്നോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സഹോദരിയും കുഞ്ഞുങ്ങളും എന്നോ ഉള്ള പ്രസ്താവന പോലും അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വന്നില്ല. ഒരു സ്ത്രീ കുട്ടികളുമായിട്ട് ട്രെയിനിന്റെ മുൻപിൽ ചാടി. ആ വിഷയത്തെ വഴിതിരിച്ചു വിടുവാൻ വേണ്ടി നമ്മുടെ സമൂഹം ശ്രമിക്കുന്നു എന്നൊരു പ്രസ്താവന കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതുകൂടാതെ സഭയിലെ ഉത്തരവാദിത്തപ്പെട്ട മറ്റൊരു പുരോഹിതൻ ഷൈനിയുടെ കുടുംബത്തെയും പ്രതിക്കൂട്ടിലാക്കി അവരാണ് ഇതിന്റെ ഉത്തരവാദികൾ എന്ന രീതിയിലും സംസാരിക്കുന്നു. ആ വോയിസ് ക്ലിപ്പുകൾ നമുക്കൊന്ന് കേൾക്കാം. ആദ്യം മാർ തറയിൽ പിതാവിന്റെ ശബ്ദം ഒന്ന് കേൾക്കാം. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ അവളുടെ 2 മക്കളെയും കൊണ്ട് റെയിൽവേ പാളത്തിൽ ജീവനൊക്കെ ഒടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ വ്യതിചലിപ്പിച്ച് മറ്റു ചില കാര്യങ്ങളിലേക്ക് ചർച്ച വഴിതിരിച്ചു കൊണ്ടുപോവുകയാണ്. ശരിക്കും നമ്മുടെ കേരളത്തിന്റെ മാനസികാരോഗ്യം എത്രമാത്രമുണ്ട്? എന്തുകൊണ്ടാണ് പ്രതിസന്ധികൾ വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർ പോകുന്നത്? ഒന്നാമത്തെ കാരണം നമ്മുടെ കുടുംബങ്ങളിലെ അസ്ഥിരത തന്നെയാണ്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ ഉണ്ടാകുന്ന പാകപ്പിഴകൾ, ബ്രോക്കൺ ഫാമിലീസ്, സ്നേഹം ലഭിക്കാതെ മക്കൾ വളരുന്നു, അവർ മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും എല്ലാം പിടിയിലകപ്പെടുന്നു. പിന്നെ അവരുടെ സമനില തെറ്റിപ്പോവുകയാണ്. ചില പണം കുറഞ്ഞാലും സന്തോഷത്തിന് കുറവില്ലാത്ത കുടുംബങ്ങൾ. അത്തരത്തിലുള്ള കുടുംബങ്ങളെ രൂപീകരിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ സമൂഹം നന്മയുള്ളതാകും. അതോടൊപ്പം സാമൂഹികമായ സാഹചര്യങ്ങളും മനുഷ്യനെ അസ്ഥിരപ്പെടുത്തുന്നു. പ്രധാനമായിട്ടും തൊഴിലില്ലായ്മ. ബിടെക് പാസ്സായാൽ പോലും നല്ലൊരു ജോലി കിട്ടുന്നവന് ഉറപ്പില്ല. ഇനി വിദേശ രാജ്യത്ത് പോയി അവിടെ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ അവിടെയും ഇപ്പോൾ രക്ഷയില്ലാത്ത അവസ്ഥ. നമ്മൾ പലപ്പോഴും നമുക്കൊരു നല്ല റോഡൊക്കെ കിട്ടിയാൽ നമുക്ക് സന്തോഷമാണ്. പക്ഷെ ഈ റോഡിൽ കൂടെ സമനില തെറ്റാതെ വണ്ടി ഓടിച്ചു പോകണ്ടേ? അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. ഇപ്പോൾ സർക്കാരൊക്കെ ആണെങ്കിൽ മുക്കിനും ബാറുകളും ഒക്കെ അനുവദിച്ച്, ബ്രൂവറി എല്ലാം അനുവദിച്ച് നമ്മുടെ ഉള്ള മനുഷ്യന്റെ സമനില കൂടി തെറ്റിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ല ഒരു സമൂഹത്തെ കുറിച്ച് പ്രത്യാശ വയ്ക്കാനായിട്ട് സാധിക്കുക? ഇദ്ദേഹത്തിന്റെ ഈ സംഭാഷണം കേൾക്കുമ്പോൾ തറയിൽ പിതാവ് സഭയ്ക്കെതിരായി ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളെ വളരെ തന്ത്രപരമായ രീതിയിൽ വഴിതിരിച്ചു വിട്ടുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നേ പറയുവാൻ കഴിയുകയുള്ളൂ. കേരളത്തിന്റെ മാനസികാരോഗ്യമാണ് പോലും പരിശോധിക്കേണ്ടത്. കേരളത്തിന്റെ മാനസികാരോഗ്യം വിടൂ, സ്വന്തം സഭയിലുള്ള കുഞ്ഞാടുകളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുവാൻ വേണ്ടിയാണല്ലോ ഈ പ്രാർത്ഥനാ യോഗങ്ങളും കൂട്ടായ്മകളും കരിസ്മാറ്റിക് കൺവെൻഷനുകളും ഒക്കെ നടത്തുന്നത്. എന്നിട്ട് അവരുടെ മാനസികാരോഗ്യം എന്ന വിഷയത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് പിതാവ് സംസാരിക്കാത്തത്? ഇടവകാംഗങ്ങളുടെ മാനസിക ദൗർബല്യങ്ങളെ മാറ്റി അവരെ കരുത്തുള്ള മനുഷ്യരാക്കി മാറ്റുവാൻ വേണ്ടി സമർപ്പിതരായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നവരാണല്ലോ പുരോഹിതന്മാർ. ബൈബിളിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവർ ക്രിസ്തുവിന്റെ പ്രതിനിധികളാണ്. ഇവിടെ ഉയർന്നിരിക്കുന്ന ഒരു കടുത്ത ആരോപണം ക്രിസ്തുവിന്റെ പ്രതിനിധിയായ ഒരു പുരോഹിതൻ തിരുവസ്ത്രം ഇട്ടുകൊണ്ട് കാട്ടിക്കൂട്ടിയ കടുത്ത അനീതിയെക്കുറിച്ചും നെറികേടിനെക്കുറിച്ചുമാണ്. ഫാദർ ബോബി ചെരിയിൽ എന്ന ഒരു പുരോഹിതനു നേരെ സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നും കഴിഞ്ഞ 3-4 ദിവസമായി കടുത്ത ആക്ഷേപങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതേക്കുറിച്ചൊരു വാക്കുരിയാടുവാൻ തറയിൽ പിതാവിന് കഴിഞ്ഞില്ല.
തെറ്റുകളൊന്നും ഏറ്റുപറയണ്ട. കുറഞ്ഞ പക്ഷം ആരോപണ വിധേയനായിരിക്കുന്ന നമ്മുടെ സഭയിലെ പുരോഹിതനെക്കുറിച്ച് തീർച്ചയായിട്ടും അന്വേഷിക്കുകയും അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ മുഖം നോക്കാതെയുള്ള നടപടി സഭ സ്വീകരിക്കുകയും ചെയ്യും എന്നുള്ള ഒരു ഭംഗിവാക്കെങ്കിലും പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ കേൾവിക്കാർക്ക് അത്രയെങ്കിലും ഒരാശ്വാസമുണ്ടായിരുന്നു. സമൂഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും തന്നെ മറുപടി പറയാതെ കേരള ജനതയുടെ മാനസികാരോഗ്യ നില അപകടത്തിലായിരിക്കുന്നു എന്ന് പറഞ്ഞ് പരിഹസിക്കുമ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും അപഹാസ്യനാകുന്നു എന്നുള്ള കാര്യം മറന്നുപോവുകയാണോ? സമൂഹത്തിലെ പല തിന്മകൾക്കെതിരെയും പ്രത്യേകിച്ച് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനെതിരെ പോലും മുനവച്ച വാക്കുകളും മുന്നറിയിപ്പുകളും ഒക്കെയായി പലപ്പോഴും ശക്തിയുക്തം കത്തിക്കയറുന്ന തറയിൽ പിതാവ് സ്വന്തം കാൽച്ചുവട്ടിൽ നിൽക്കുന്ന അനുയായികൾ കാട്ടിക്കൂട്ടുന്ന താന്തോന്നിത്തരങ്ങൾക്കെതിരെ ഒരക്ഷരം പോലും ഉരിയാടാതിരിക്കുന്നത് കുറ്റകരമായ അനാസ്ഥയാണ് എന്ന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ. അടുത്തതായി സഭയെ വെളുപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന മറ്റൊരു പുരോഹിതന്റെ ഒരു വോയിസ് ക്ലിപ്പ് കൂടി നമുക്കൊന്ന് കേൾക്കാം. ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ കേട്ടത് എങ്ങനെയാണ്, കാരിത്താസിൽ നിന്ന് ഈ പെൺകുട്ടിക്ക് നേഴ്സായിട്ട് ജോലി ചെയ്യാൻ അനുവാദമില്ല. 10 വർഷമായിട്ട് അവർക്ക് പറ്റില്ല. 1 വർഷം ഫ്രീ ആയിട്ട് സർവീസ് കൊടുക്കാൻ പറഞ്ഞു കാണണം. പക്ഷേ നേഴ്സിംഗ് അച്ഛന്റെ ലെറ്റർ മേടിച്ചിരുന്നു കുടുംബത്തിന്റെ അവസ്ഥ പറഞ്ഞുകൊണ്ട്. ഇടവക വികാരി ആ ആശുപത്രിയിൽ സേവനം ചെയ്യുന്ന പാസ്റ്ററൽ കെയർ ജോലി ചെയ്യുന്ന ആളാണ്. അച്ഛന്റെ ലെറ്റർ കിട്ടിയതുകൊണ്ട് പാസ്റ്ററൽ കെയറിൽ നേഴ്സിംഗ് കെയർ ആയിട്ട് ജോലി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയുടെ സ്വന്തം അപ്പനാണ് ആ ജോലി വേണ്ടെന്ന് പറഞ്ഞത്. അത് ശമ്പളത്തോടു കൂടി ജോലിയായിരുന്നു. കാരണം ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാവുന്നത് കൊണ്ട് കുടുംബ പ്രശ്നം മാറി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം കൂടിയായിരുന്നു. അത് വേണ്ടാന്ന് പറഞ്ഞ പെണ്ണിന്റെ സ്വന്തം അപ്പനാണ്. അത് പെൺകുട്ടി ആലോചിച്ച് പോയിട്ട് വീട്ടിൽ പോയി ആലോചിച്ചിട്ട് മറുപടി പറയാന്നാണ് പറഞ്ഞത്. ഈ ജോലി കിട്ടണോ വേണ്ടതെന്ന് മറുപടി പറഞ്ഞത് അപ്പൻ താല്പര്യമില്ല. കാരണം BSc നേഴ്സിന് കെയറായിട്ട് ജോലി ചെയ്യാൻ വേണ്ട എന്നാണ് അപ്പൻ പറഞ്ഞത്. എന്നിട്ട് വീടിനടുത്തുള്ള റോസാ മിസ്റ്റിക്ക എന്ന് പറഞ്ഞ ഒരു കെയർ ഹോമിലും ഓൾഡ് ഏജ് ഹോമിൽ ജോലിക്ക് കയറി. ആ ജോലിക്ക് കയറിയിട്ട് ആ ഹോസ്പിറ്റൽ കെയർ ഹോമാണ് അതിനെതിരെ ഈ പെൺകുട്ടിയുടെ അപ്പൻ കേസ് കൊടുത്തു. അതൊരു ഡ്രെയിനേജ് പ്രശ്നമാണെന്നാണ് ഞാൻ കേട്ടത്. ആ കേസിന്റെ പേരിൽ അവിടെയുള്ള ജോലി അങ്ങനെ ബുദ്ധിമുട്ടിലായി. ആ പെൺകുട്ടിക്ക് മറ്റു കൂടുതലുള്ളവരുടെ ജോലി ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായി. അപ്പൻ ഇതിനെതിരെ കേസ് കൊടുത്തതുകൊണ്ട് അങ്ങനെ ജോലി കിട്ടാനുള്ള സാധ്യത പോലെ അടച്ചു കളഞ്ഞത് അപ്പനാണെന്നാണ് ഞാൻ കേട്ടത്. ഇത് അവിടെ നിന്നുള്ള വേർഷനാണ്. ഈ ഓരോരുത്തരും ഓരോ വേർഷനാണല്ലോ പറയുന്നത്. അപ്പൊ ഞാനിപ്പോ അറിഞ്ഞിരിക്കുന്നത് എനിക്ക് വിശ്വസ്തരായത് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. ഇത് കാരിത്താസ് ആശുപത്രിയുടെ ജോലിയായിട്ടല്ല ബന്ധം. കുടുംബ പ്രശ്നം അവസാനിപ്പിച്ചത് ട്രെയിനിന്റെ അടുത്താണ്. ഇനി അതിനുള്ള മാനസികാവസ്ഥ പിടിച്ചിരിക്കാനുള്ള മാനസികാവസ്ഥ പെൺകുട്ടിക്ക് ഇല്ലാന്ന് പറയാനും പറ്റും. ഇത്രയും നാളും പിടിച്ചു തന്നു. ഇനി പെട്ടെന്നുള്ള ബോധത്തിൽ തലേദിവസത്തെ പ്രശ്നത്തിന്റെ പേരിലാണ് അയച്ചത്. ഇത് പോലീസ് ശരിക്കും അന്വേഷിക്കുകയാണ് ചെയ്യേണ്ടത്. പോലീസ് അന്വേഷിച്ച് ഈ നാട്ടിലുള്ള കുടുംബ പ്രശ്നമുള്ള കാര്യങ്ങളൊക്കെ അച്ഛന്മാർ ഇടപെടരുതെന്നുള്ള എന്റെ പേഴ്സണൽ അഭിപ്രായം. അച്ഛന്മാരെന്തിനെ കുടുംബ പ്രശ്നം തീർക്കാനായിട്ട് പോലീസിൽ അറിയിക്കുക, അല്ലെങ്കിൽ അച്ഛന്റെ തലയിലിരിക്കും. നാളെ എന്റെ അടുത്തൊരു കുടുംബ പ്രശ്നമായിട്ട് വന്നു, കർത്താവ് തല്ലി എന്ന് പറഞ്ഞ് ഞാനിത് വാക്കാൽ പരിഹരിക്കാൻ നോക്കി. ഇത് മറച്ചു വെച്ചെന്ന ദിവസം എനിക്കെതിരെ ഇപ്പൊ പീഡനം വരും, അല്ലെങ്കിൽ കേസ് വരും. അപ്പൊ അതുകൊണ്ട് എന്റെ ഒരു ഭാവി പദ്ധതിയിൽ ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എത്രയും പെട്ടെന്ന് പോലീസ് പറയും. പെൺകുട്ടിയെ മാക്സിമം പ്രേരിപ്പിക്കും. ഭർത്താവ് അടിച്ചിട്ടുണ്ടെങ്കിൽ നേരെ പറയുക, സ്ത്രീപീഡനത്തിന് കേസെടുക്കട്ടെ. അമ്മായിമ്മ അടിച്ചിട്ടുണ്ടോ, അല്ലെ അമ്മായിമ്മ വാക്കുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ, പോലീസ് പറയുക. അപ്പൊ സാമാന്യ അച്ഛന്മാരുടെ മേത്തോട്ടുള്ള കയറ്റങ്ങ് തീരും. പോലീസ് വീട്ടിൽ വന്ന് കയറുമ്പോഴാർക്ക് മനസ്സിലായിക്കോളും. പള്ളി വന്ന് പറഞ്ഞാൽ രഹസ്യം സൂക്ഷിക്കുകയും ചെയ്യണം. ഈ രഹസ്യം സൂക്ഷിച്ചതിന്റെ പേരിൽ അച്ഛൻ കാരിത്താസിൽ ജോലി കിട്ടാഞ്ഞിട്ടാണ് ഈ അമ്മയും 2 മക്കൾ ആത്മഹത്യ ചെയ്തതെന്നുള്ള ആ വാദമാണ് ഏറ്റവും വലിയ തെറ്റ്. കാരിത്താസിൽ അവർ ജോലിക്ക് കിട്ടിയോ ഇല്ലയോ എന്നുള്ളതല്ല, അവരുടെ കുടുംബത്തിലുള്ള പ്രശ്നത്തിന്റെ പ്രഷറാണ് അവർക്ക് മരണകാരണമായിരിക്കുന്നതെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. അത് മറച്ചു വെക്കാനായിട്ടാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ പേരിൽ കുറച്ചു പേര് ന്യൂസുകൾ പടച്ചുവിടുന്നത്. ഇതില് ഈ പെണ്ണിനെ കെട്ടിച്ചിരിക്കുന്നത് ചുങ്കത്ത് ചേരിയിലാണ്. ഈ ചേരിയിലെ കുടുംബ പ്രശ്നം കാരണം സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അവിടെ അടി വരെ കെട്ടി. അപ്പോ ചുങ്ക ഇടവകക്കാരും നാട്ടുകാരും അച്ഛനും ഒക്കെ എന്നെ വരുന്നു. ആ വീട്ടിൽ പ്രശ്നമുണ്ടെന്ന് എല്ലാവർക്കും അറിയായിരുന്നു. പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അമ്മായിമ്മയും വരുമ്പോഴും തമ്മിലും കെട്ടിയോളും തമ്മിലും ഒക്കെ അടി ഉൾപ്പെടെ നടന്നിട്ടുണ്ട്. വീട്ടിൽ വന്ന അതിഥികളുടെ മുമ്പിൽ വെച്ച് ആ പെൺകുട്ടി അടിച്ചിട്ടുണ്ട്. അത് പാവമായതുകൊണ്ട് അടി മുഴുവൻ മേടിച്ചിട്ടോടെ നിന്നു. അവസാനം സഹി കേട്ടപ്പോ ആ വീട്ടുകാരെ വിളിച്ചുകൊണ്ട് പോകുന്നു. ഇനി അടിയും ബഹളവും ഒക്കെ കഴിഞ്ഞു. അവിടുത്തെ വീട്ടിലെ ബാക്കി കാര്യങ്ങളൊക്കെ വിടുന്നു. അടി കഴിഞ്ഞവർക്ക് പെൺകുട്ടി കേസ് കൊടുത്തില്ല എന്നുള്ളത് പെൺകുട്ടിയുടെ തെറ്റ്. ഇത് തിരിച്ച് സ്വന്തം വീട്ടിൽ വന്നു. ഈ കാരിത്താസിലുള്ള സ്വന്തം വീട്ടിൽ ആ പെൺകുട്ടി പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. ആ പ്രശ്നങ്ങൾ നേരിട്ടതിന്റെ പ്രധാനപ്പെട്ട കാരണം കുറെ നാളായി വീട്ടിൽ വന്നിരുന്നു. അപ്പൊ അതിൻ്റെതായ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്നു. അപ്പനുമായിട്ട് തെറ്റി. അങ്ങനെയും പ്രശ്നങ്ങളുണ്ടായി. ആ കൊച്ചുമക്കളുടെ കാര്യത്തിൽ പോയി സ്വന്തം അപ്പൻ റെസ്ട്രിക്ഷൻ വെച്ചു. ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോ ആ പെൺകുട്ടിക്കുണ്ടായ സാമാന്യമായ പ്രഷറാണ്. ഈ പെൺകുട്ടി മരിക്കുന്നതിന്റെ തലേ ദിവസം ആ വീട്ടിൽ പ്രശ്നം ഉണ്ടായിരുന്നു. അത് അപ്പനും അമ്മയും ഈ മകളും കൊച്ചുമക്കളുമായിട്ട് ആ പ്രശ്നങ്ങൾ ഉണ്ടായതിന്റെ പേരിലാണ് അന്ന് രാത്രി പെൺകുട്ടി മരിക്കാൻ കാരണം. അത് പുറത്തു വിടാതെ, അതായത് ഇതൊരു കുടുംബ പ്രശ്നമാണ്, ഗാർഹിക പ്രശ്നമാണ്, ഇത് ക്രിമിനൽ കേസിന്റെ നടപടി എടുക്കേണ്ടതാണ്. ഇതൊക്കെ ആ പെൺകുട്ടി എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നുള്ളതിന്റെ കാരണം കുടുംബ പ്രശ്നം മാത്രമാണ്. ഇനി തലേദിവസം ഉണ്ടായ പ്രശ്നം നാട്ടുകാരെല്ലാം അറിഞ്ഞു, പള്ളിയിൽ നിന്ന് അച്ഛനും അറിഞ്ഞിരുന്നു. ഇത് പരിഹരിക്കാനുള്ള ശ്രമം നടക്കുകയായിരുന്നു. ഈ പെൺകുട്ടി നിരന്തരം ആത്മഹത്യ ഭീഷണി മുഴക്കുന്നുണ്ടായിരുന്നു.
അന്നേരമൊക്കെ സിസ്റ്റർമാരിന്ന് സംസാരിച്ചിരുന്നു. പക്ഷേ ഈ സിസ്റ്റർമാരുടെ സംസാരം കൊണ്ടൊന്നും ഒരാളുടെ നിരന്തര ആത്മഹത്യാ ഭീഷണിയൊന്നും മാറാൻ പോകുന്നില്ല. അത് പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രെയിനിങ് ഉള്ളവർ ചെന്ന് വേണം കൊടുക്കാൻ. അതിനുള്ള ചികിത്സ ഈ പെൺകുട്ടി പോയില്ല. ആരും ഉപദേശിച്ചൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം സ്വന്തം വീട്ടിലെ പ്രശ്നവും ഭർത്തൃ വീട്ടിലെ പ്രശ്നവുമാണ്. ഈ രണ്ട് പ്രശ്നം ഇവിടെ മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ട് കാരിത്താസ് എന്നുള്ള ഒറ്റ കാരണം, അവിടെ ജോലി കിട്ടിയോ ഇല്ലയോ എന്നുള്ളതൊന്നും എന്റെ വിഷയങ്ങളല്ല. മറിച്ച് ഇത് ചെയ്യേണ്ടത് ക്രിമിനൽ കേസാണ്. ഈ പെൺകുട്ടി മരിക്കാനുള്ള കാരണം തലേ ദിവസം വീട്ടിലുണ്ടായ പ്രശ്നം. അപ്പം കുടുങ്ങുവാണെ അപ്പം കുടുങ്ങട്ടെ, അമ്മ കുടുങ്ങുവാണെ അമ്മ കുടുങ്ങട്ടെ. ആ വീട്ടിലെ പ്രശ്നം പുറത്തു വിടാൻ തയ്യാറാകണം. ഇത് പുറത്തു വിടുകയല്ല, അച്ഛനും പറയല്ല. ഇത് പ്രശ്നം ഉണ്ടായെന്ന് സമ്മതിക്കുന്നുണ്ട്, പക്ഷെ ആരും പുറത്ത് പറയുന്നില്ല. ഇനി ഈ കെട്ടിയവളെ തല്ലിയിട്ടുണ്ടോ? കേസ് കൊടുക്കണം. ചുങ്കങ്കാര് പറയട്ടെ തല്ലിയിട്ടില്ല. ഈ പെൺകുട്ടി ചുങ്കത്ത് പരമാർത്ഥത്തോടെ ജീവിക്കുകയാണെങ്കിൽ അവിടെയുള്ള ആൾക്കാർക്ക് അറിയാമല്ലോ. എനിക്ക് പരിചയമുള്ള ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞത് ആ പെൺകുട്ടി നിരന്തരം പ്രശ്നത്തിലായിരുന്നു. ഈ തല്ലിയതിന്റെ പേരിലും കുത്തുവാക്കുകളുടെ പേരിലും അമ്മായിമ്മ പോയതിന്റെ പേരിലും നിരന്തരം കരച്ചില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. എനിക്ക് മുതൽ ചെയ്യാൻ പറ്റും. എനിക്ക് യാതൊരു മുൻപരിചയമുള്ള കുടുംബമല്ല. പക്ഷെ ഈ കാരിത്താസിനെ വിമർശിച്ച് ഈ വിഷയം മാറ്റിവിടുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ എനിക്ക് ഇത് ഓർക്കുമ്പം ഈ കോടതി നിയമമൊക്കെ ഈ പെൺകുട്ടിക്ക് വേണ്ടി നിൽക്കുകയാണ് ചെയ്യുന്നത്. ആ പെൺകുട്ടി എന്തുകൊണ്ട് മരിച്ചു? ജോലി കിട്ടാഞ്ഞതല്ല, കുടുംബ പ്രശ്നമാണ്. തലേദിവസം ഉണ്ടായ കുടുംബ പ്രശ്നത്തിന്റെ പേരിലാണ് രാത്രി മക്കളെയായിട്ട് പോയത്. ഇനി ആ മക്കളെ പോലും സ്വന്തം വീട്ടിൽ നിർത്താൻ ആ പെൺകുട്ടി ആഗ്രഹിച്ചില്ല. എന്തുകൊണ്ടാണ്? മരിക്കണേ ഒറ്റയ്ക്ക് പോയി മരിച്ചായിരുന്നല്ലോ. പക്ഷെ രണ്ട് പെൺകുട്ടികളെയും കൂട്ടിച്ചേർത്തോണ്ട് പോയി. അതായത് ആ വീട്ടിൽ അത്രയ്ക്ക് അന്യതാബോധം ഉള്ളത് കൊണ്ടല്ലേ. സ്വന്തം വീട്ടിൽ പോലും ഞാൻ മരിച്ചാൽ എന്റെ മക്കൾക്ക് പോലും സ്വന്തം വീട്ടിൽ ഭാവിയില്ല. മക്കൾക്ക് കാര്യത്തിൽ ജോലി കിട്ടുന്ന കാര്യമായിരിക്കില്ലല്ലോ. അവരെങ്ങനെയെങ്കിലും ആരെങ്കിലും പഠിപ്പിച്ചോളൂല്ലോ. പക്ഷെ ആ വീട്ടിൽ അത്രയും സുരക്ഷിതത്വം ഇല്ലായിരുന്നു. എന്നിട്ട് ഇതൊക്കെ മറച്ചു പിടിച്ച് ഒരു ജോലിയുടെ പ്രശ്നം. ഈ കുടുംബത്തിന്റെ പല പ്രശ്നങ്ങളും ഈ കാരിത്താസ് വികാരിക്ക് അറിയാമായിരുന്നു. അത് വീട്ടിലെ സിസ്റ്റർമാരെ വിടുകയും അദ്ദേഹം പോവുകയും ചെയ്യും, ചർച്ച ചെയ്യുകയും ചെയ്തതാണ്. പക്ഷെ ജീവൻ പോയി അദ്ദേഹം പറയുകയല്ല ഉള്ളിലെ കാര്യം. ഈ പ്രശ്നം എന്താണ്, തലേദിവസം അവിടെ എന്താ സംഭവിച്ചെന്നും പറയാം. ഇത് പുറത്തു വിടാൻ ഈ സഭയ്ക്ക് പരിമിതികളുണ്ട്. ചില രഹസ്യങ്ങൾ സൂക്ഷിക്കേണ്ടത്. പക്ഷെ ഇങ്ങനെ ഒരു സമൂഹത്തിൽ നമ്മുടെ സഭ നാടിക്കൊണ്ടിരിക്കുമ്പോൾ അത് പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. എന്താണ് സത്യം? പോലീസ് പറയുക, യഥാർത്ഥ കുറ്റവാളിയെ ശിക്ഷിക്കുക. അത് അപ്പനാണെങ്കിലും ശരി, അമ്മായിപ്പനാണെങ്കിലും ശരി, ആ അമ്മായിമ്മയാണെങ്കിലും ശരി, എല്ലാവരും അറസ്റ്റ് ചെയ്യണം. ഈ കെട്ടിയോൻ ഇപ്പൊ ലാൻഡ് ചെയ്തിട്ടുണ്ട്, അവനെ അറസ്റ്റ് ചെയ്യട്ടെ. അങ്ങനെ പെണ്ണുകൾക്ക് കൈവച്ചാന്നല്ലേ. അടിച്ചവന്മാരെ പെണ്ണുങ്ങളെ അടിക്കുന്ന ഒത്തനും വിടരുത്, റിപ്പോർട്ട് ചെയ്യണം. പോലീസ് അറസ്റ്റ് ചെയ്യണം. പള്ളിയിലെ അച്ഛന്മാർ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുത്. അച്ഛന്റെ പണിയല്ല കുടുംബ പ്രശ്നം തീർക്കല്. അച്ഛന്റെ പണി പള്ളിയും കുർബാനയും കാര്യങ്ങളും മതി. ബാക്കി അടിയും പ്രശ്നമൊക്കെ നേരെ പോലീസിൽ അറിഞ്ഞ് റിപ്പോർട്ട് ചെയ്യുക. ഏറ്റവും സന്തോഷം അതാണ്. ആൾക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് മര്യാദയ്ക്കിരുന്നു. ഈ പുരോഹിതൻ ഇപ്പോൾ ഷൈനിയുടെ മാതാപിതാക്കളെയാണ് പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഭർത്തൃ വീട്ടിൽ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടും ഇത്രയും നാൾ അവർ പിടിച്ചു നിന്നില്ലേ. എന്നാൽ അന്നൊന്നും ആത്മഹത്യ ചെയ്യാതിരുന്ന ഇവർ പെട്ടെന്ന് കുഞ്ഞുങ്ങളുമായി ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിൻപിൽ അവൾ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിലെ പ്രശ്നങ്ങളാണ്. അവളുടെ മാതാപിതാക്കളുമായി തലേ രാത്രിയിൽ ആ വീട്ടിൽ വഴക്കു നടന്നിട്ടുണ്ട്. അതാരും തുറന്നു പറയുവാൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. തലേ ദിവസം ആ വീട്ടിൽ നടന്ന പ്രശ്നങ്ങളുടെ ബാക്കി പത്രമാണ് ഷൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും ആത്മഹത്യ. ഇദ്ദേഹം കുറച്ചുകൂടി യുക്തി കലർത്തിയാണ് സംസാരിക്കുന്നത്. താങ്കളുടെ അഭിപ്രായങ്ങളെ പാടെ നിഷേധിക്കുന്നില്ല. ഷൈനി 9 മാസമായി കുഞ്ഞുങ്ങളുമായി തൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ സ്വാഭാവികമായും മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. നിസ്സാര കാര്യങ്ങളൊക്കെ അലോസരപ്പെടുത്തും, പ്രശ്നങ്ങളുണ്ടാകും. ഇതൊക്കെ സ്വാഭാവികമാണ്, നമുക്ക് ഊഹിക്കുവാൻ കഴിയും. എന്നാൽ ആ വീട്ടിൽ തലേ ദിവസം രാത്രിയിൽ സംഭവിച്ച പ്രശ്നങ്ങൾ കൊണ്ടാണ് അവർ ആത്മഹത്യ ചെയ്തത് എന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നമായി മാറുന്നത്. താങ്കൾ പറയുന്നത് പോലെ ഒരുപക്ഷെ തലേ ദിവസം രാത്രിയിൽ അവിടെ പ്രശ്നമുണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ നിസ്സാരമായ ഒരു കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ ഷൈനിയെ പോലെയുള്ള ഒരു പെൺകുട്ടി കുഞ്ഞുങ്ങളുമായി ആത്മഹത്യ ചെയ്യുവാൻ തയ്യാറാവില്ല. നിരന്തരമായി അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ അവരെ കൊണ്ടെത്തിച്ചിരിക്കുന്ന മാനസിക അവസ്ഥയിലേക്കാണ് നമ്മൾ വിരൽ ചൂണ്ടേണ്ടത്. അതിൽ നിന്നും രക്ഷപ്പെട്ടോടുവാൻ സഭയ്ക്കോ നോബിയുടെ സഹോദരനായ തിരുവസ്ത്രം ധരിച്ച് സഭയെ പ്രതിനിധീകരിക്കുന്ന പുരോഹിതനോ ഒന്നും കഴിയില്ല. സത്യത്തിൽ ഷൈനി എന്ന ഈ യുവതി സഭയുടെ എല്ലാ പ്രാർത്ഥനകളിലും ആരാധനകളിലും മുടങ്ങാതെ പങ്കെടുക്കുകയും ഭക്തിയുള്ള ജീവിതവുമായി മുൻപോട്ടു പോകുവാൻ പരമാവധി പരിശ്രമിക്കുകയും ചെയ്തൊരു പെൺകുട്ടിയായിരുന്നു. അവരുടെ കഥനകഥകളെ കേൾക്കുവാനോ അതിനൊരു പരിഹാരം നിർദ്ദേശിക്കുവാനോ സ്വന്തം ഇടവകയിലെ പുരോഹിതന് പോലും കഴിഞ്ഞില്ല. ഇപ്പോൾ ഈ പുരോഹിതൻ സംസാരിക്കുന്നതിൽ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. പുരോഹിതന്മാർ കുടുംബ പ്രശ്നങ്ങളിൽ ഇടപെടുവാൻ പാടില്ല. അത് പോലീസും കോടതിയുമാണ് നോക്കേണ്ടത്. പുരോഹിതന്മാർ പള്ളിയുടെ കാര്യങ്ങൾ മാത്രം നോക്കി മുൻപോട്ട് പോകേണ്ടവരാണ് എന്ന്. ഈ ഒരു പ്രസ്താവന സഭയുടെ ഔദ്യോഗികമായ പ്രസ്താവനയാണോ അതോ സഭ ഇതിനെ അനുകൂലിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ളത് തറയിൽ പിതാവ് ഉൾപ്പെടെയുള്ളവരാണ് പറയേണ്ടത്. സഭയിൽ നടക്കുന്ന കുംഭസാരം എന്നൊരു പരിപാടി ഉണ്ടല്ലോ, അതിന്റെ നിലനിൽപ്പ് തന്നെ ഈ പ്രസ്താവനയെ അംഗീകരിക്കുകയാണെങ്കിൽ അവതാളത്തിലാകും എന്നുള്ള കാര്യം എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട്? കാരണം കുംഭസാര വേളയിൽ സ്വന്തം പാപങ്ങൾ പുരോഹിതന്റെ മുൻപിൽ ഏറ്റുപറയുന്ന വേളകൾ
കുടുംബ പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങളോടുള്ള ബന്ധത്തിൽ അവർ പ്രതികരിച്ചതിനെക്കുറിച്ചും അവർക്ക് നേരെ വരുന്ന പ്രതിസന്ധികളിൽ അവരെടുത്ത നിലപാടുകൾ, അവിടെ അവർക്ക് പറ്റിയ തെറ്റുകൾ, എങ്ങനെ മുൻപോട്ട് പോകണമെന്നറിയാത്ത സാഹചര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ തുറന്നു പറയപ്പെടുന്ന സ്ഥലമാണ് കുമ്പസാര മേഖല. എല്ലാം കേട്ടിട്ട് പ്രാർത്ഥിച്ചു പോവുക എന്നുള്ളതിനപ്പുറം കഴിവുള്ളിടത്തോളം അതിന് പരിഹാരം കൂടി നിർദ്ദേശിക്കുക എന്നുള്ള ചുമതല കൂടി പുരോഹിതനുണ്ട്. അതിനി മുതൽ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞാൽ മതിയെന്ന് പറയുമ്പോൾ കുമ്പസാരം എന്ന പരിപാവനമായി സഭ കരുതുന്ന ഒരു ചടങ്ങ് തന്നെ നിർത്തലാക്കപ്പെടേണ്ടതാണ് എന്നുള്ളൊരു ധ്വനി ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. അച്ഛന്മാർ പള്ളിയും ആരാധനയും സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി, ആരുടെയും കുടുംബ പ്രശ്നങ്ങളിൽ ഇനിമേൽ ഇടപെടേണ്ട. അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ ഒരു കാര്യം കൂടി അതിനോട് കൂട്ടിച്ചേർക്കുന്നത് നല്ലതാണ്. ഒരു കുടുംബങ്ങളുടെയും ഒരു രൂപ പോലും സഭ ആഗ്രഹിക്കുന്നില്ല. ഓരോ കുടുംബങ്ങളും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം അത് ആ കുടുംബത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. സഭയ്ക്ക് കുടുംബങ്ങളോടും കുടുംബ പ്രശ്നങ്ങളോടും യാതൊരു തരത്തിലുള്ള പ്രതിബദ്ധതയുമില്ല, അത് പരിഹരിക്കുവാൻ ഒരു ബാധ്യസ്ഥതയുമില്ല. അതുകൊണ്ട് തന്നെ ഒരു കുടുംബത്തിൻ്റെയും ഒന്നും സഭ ആഗ്രഹിക്കുന്നുമില്ല എന്നുകൂടി തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ അതിനൊരു ഗുമ്മുണ്ടാകുമായിരുന്നു. ചുരുക്കത്തിൽ തലേദിവസം രാത്രിയിൽ ഷൈനിയുടെ വീട്ടിലുണ്ടായ പ്രശ്നങ്ങളാണ് അമ്മയെയും മക്കളെയും ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ കാലങ്ങളായി നിലനിൽക്കുന്ന പ്രശ്നങ്ങളെല്ലാം തമസ്കരിക്കപ്പെടുകയാണ്. ഒപ്പം കുറ്റവാളിയെന്ന് സമൂഹം ഒരുമിച്ച് മുദ്ര കുത്തുന്ന സഭയുടെ പുരോഹിതൻ അയാളെ എന്തു വില കൊടുത്തും ഞങ്ങൾ സംരക്ഷിക്കും എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. സഭയുടെ ഈ നിഷേധാത്മകമായ നിലപാടിനെതിരായി ഫേസ്ബുക്കിൽ കഴിഞ്ഞ ദിവസം ജോഫി കൈപ്പുഴക്കാരൻ എന്ന പേരിലുള്ള ഒരു ഐഡിയിൽ നിന്ന് വന്ന ഒരു പോസ്റ്റ് ഉണ്ട്. അതൊന്ന് വായിക്കാം. കോട്ടയം അതിരൂപതയുടെ മീഡിയ കമ്മീഷൻ എഴുതിയിറക്കിയ കാരിത്താസ് ആശുപത്രിക്ക് മേലുണ്ടായ ആരോപണങ്ങളെ പ്രതിരോധിക്കുന്ന ഹോസ്പിറ്റൽ നിലപാടിനെ ന്യായീകരിക്കുന്ന കുറിപ്പ് ഇറക്കുകയുണ്ടായി. അത് നിരവധി വൈദികരും ചില ആളുകളും അവരവരുടെ തലങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തു. ശരിവെക്കുന്നു നിങ്ങളുടെ ആവശ്യം. അപ്പോൾ ആരോപണങ്ങൾക്കെല്ലാം ഉത്തരം അതിരൂപത നേതൃത്വത്തിനുണ്ടാവണമല്ലോ. പല കമന്റുകളും ഡിലീറ്റ് ചെയ്യുന്നതിനാൽ ചോദ്യങ്ങൾ ഈ ഇടത്തിൽ ചോദിക്കുന്നു. 100% ഉറപ്പാണ് ഇത് എത്തേണ്ട ഇടങ്ങളിൽ എത്തുമെന്ന്. കഴിഞ്ഞ ദിവസം ആത്മഹത്യയിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന ഷൈനി എന്ന അമ്മയുടെയും 2 പെൺമക്കളുടെയും മരണത്തിൽ അവരുടെ ഭർത്താവിനേക്കാൾ ആരോപണ വിധേയൻ ബോബി ചേരിയിൽ എന്ന ആളാണ്. നിർഭാഗ്യവശാൽ നിത്യപുരോഹിതനായി ഈശോയുടെ ദാസനാണ്, കോട്ടയം അതിരൂപതയിലെ വൈദികൻ. അപ്പോൾ പിന്നെ ഒരു രൂപതാ പ്രസ്ഥാനത്തിന് നേരെയുണ്ടായ ആരോപണങ്ങളെക്കാൾ നിങ്ങളുടെ വിശദീകരണം വേണ്ടത് ആ വൈദികനെ കുറിച്ചുള്ള നിലപാടിലാണ്. കൊണ്ടുവാ വിദേശത്തു നിന്നും അയാളെ, നിർത്തിക്കൊടുക്ക് നിയമത്തിന്റെ മുൻപിൽ. പറ്റുമോ സിംഹാസനത്തിൽ നിന്ന് തിരുവെഴുത്ത് പുറപ്പെടുവിക്കുന്ന മഹായിടയനും അതിനുവേണ്ടി പള്ളിമേടകളിൽ മണിമുഴക്കുന്ന പുരോഹിതന്മാർക്കും പറ്റുമെന്ന് തോന്നുന്നില്ല. നിങ്ങളുടെ കാലുകൾ ഇടർന്നത് നിങ്ങൾ അറിയുന്നില്ല. നിങ്ങളുടെ വാക്കുകൾക്കും പ്രവർത്തികൾക്കും മൂല്യം തന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്ന് നിങ്ങളിൽ ക്രിസ്തു ഉണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾ മാറി, വാക്കുകൾ മാറി, ചെയ്തികൾ മാറി. അപ്പോൾ ഞങ്ങളും മാറണ്ടേ? മനുഷ്യകുലത്തിനു വേണ്ടി ബലിയായ രക്ഷകന്റെ കഥകൾ പഠിച്ച ഞങ്ങളിനി മനുഷ്യനെ മരണത്തിലേക്ക് പറഞ്ഞുവിടുന്ന പുരോഹിതന്മാരുടെ കഥകൾ പറഞ്ഞു കൊടുക്കണോ? ബോബി ചേരിയിലിന്റെ സംരക്ഷണത്തോട് എതിർപ്പുള്ള ഒരാൾ പോലും കോട്ടയം രൂപതയിലെ വൈദിക ഗണത്തിലില്ലേ? കൂടെയുള്ളവന്റെ ചെയ്തികളിൽ മാപ്പ് ചോദിക്കാതെ, കുറ്റബോധം തരി പോലുമില്ലാതെ നിങ്ങൾ അർപ്പിക്കുന്ന ബലി ഒരഭിനയമായി മാറുന്നു. നിങ്ങൾ വെറും അഭിനേതാക്കൾ മാത്രം. തിരുവസ്ത്രം എന്ന പദവിയിൽ നിന്നും 6 മുഴം ചേലയിലേക്ക് ആ വെള്ളവസ്ത്രത്തിന് അധികം ദൂരമില്ല. ഈ നോമ്പ് കാലത്ത് എന്തു പറയും? വിശ്വാസി സമൂഹത്തോട് എന്തുപദേശങ്ങൾ നൽകും? വരുന്ന പെസഹ നാളിൽ കുറ്റബോധത്താൽ ഉള്ളുനൊന്ത കണ്ണീരാകട്ടെ ഓരോ കാലുകളും കഴുകുവാൻ. നിങ്ങൾ കഴുകുന്ന ഓരോ കാലും ആരുടേതായിരിക്കും ഇനി ഓർപ്പിക്കേണ്ടതില്ലല്ലോ. അവരിന്നില്ല നമുക്കൊപ്പം. യേശുവിന്റെ ശരീരമായി ഉയർത്തുന്ന അപ്പക്കഷ്ണം ആ റെയിൽവേ ട്രാക്കിലെ ചിതറിയ മാംസപിണ്ഡങ്ങളായി നിങ്ങളുടെ തലയ്ക്ക് മീതെയുണ്ടാവും. അൽമായ സംഘടനകളുടെ അമരക്കാരെ, നിങ്ങൾ മേനികൊള്ളുന്ന സ്ഥാനമാനങ്ങൾ, നിലനിൽപ്പ് ഇവയൊന്നും ആശ്രിത വാത്സല്യത്താൽ ലഭിക്കുന്ന അപ്പക്കഷ്ണങ്ങളല്ല എങ്കിൽ പ്രതികരിക്കുവാൻ ഇനിയും മടിക്കുന്നതെന്തിന്? കോട്ടയം അതിരൂപതയിലെ സ്ത്രീ സംഘടനയിലെ പ്രവർത്തകരെ, നിങ്ങളല്ലേ ശരിക്കും മരിച്ചത്? നിങ്ങളുടെ മക്കളല്ലേ ചിന്നിച്ചിതറിയത്? എന്നിട്ടും പതറാത്ത മനസ്സാണോ നിങ്ങളുടെ കൈവശം? നിങ്ങളുടെ മക്കൾക്ക് ഓരോ ഉരുള ചോറ് കൊടുക്കുമ്പോഴോ വിളമ്പി വെക്കുമ്പോഴോ ഓർക്കുക, ഷൈനിയും ഇതൊക്കെയായിരുന്നു. ഇങ്ങനെയൊക്കെ അവരും ജീവിക്കാൻ കൊതിച്ചുള്ളൂ. ഷൈനിക്കും മക്കൾക്കും വേണ്ടി വിലപിക്കുകയും പ്രതിഷേധിക്കുകയും രോഷാകുലരാകുകയും ചെയ്ത കോട്ടയം രൂപതയിലെ വിശ്വാസി സമൂഹമേ, കെടരുത് ഈ കനൽ. തിരിഞ്ഞും മറിഞ്ഞും കുർബാന ചൊല്ലുവാൻ തല്ലുന്നവർക്ക് മുൻപിൽ പ്രതിഷേധത്തിന്റെ തീയെരിയണം. ജീവിക്കുവാൻ അവകാശമില്ലാതെ പോയവരോടുള്ള നമ്മുടെ മാപ്പ് അവർക്കുള്ള നീതിയായി നടപ്പാക്കണം. പ്രതിഷേധത്തിന്റെ അടയാളങ്ങൾ മദ്ബഹയുടെ നേരെ കാണിക്കണം. വികാരിയുടെ സൗകര്യത്തിന് വിളിച്ചു ചേർക്കപ്പെടുന്ന പൊതുയോഗങ്ങളല്ല ഇനി വേണ്ടത്. നീതിക്കായി ചേരുന്ന യോഗങ്ങൾ താനേ ചേരണം. ബോബി ചേരിയിൽ എന്നയാൾ നിയമത്തിന്റെ മുൻപിലെത്തണം. പ്രിയപ്പെട്ട നല്ലവരായ വൈദികരെ, നിങ്ങളും മടുത്തില്ലേ ബോബി ചേരിയിലിനെ പോലെയുള്ളവരുടെ സംരക്ഷണത്തിന് വേണ്ടി കൈകൾ കോർത്ത്? ബോബി ചേരിയിൽ എന്ന കുറ്റാരോപിതനായ പുരോഹിതന്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ പ്രദർശിപ്പിച്ചിട്ട് വരണം ഇയാൾ നിയമത്തിന്റെ മുൻപിൽ എന്നുള്ള ക്യാപ്ഷനോടുകൂടിയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്.
അഭിനന്ദനങ്ങൾ. സഭയും സഭാ നേതൃത്വവും ചേർന്ന് തോറ്റുപോയവരെ വീണ്ടും തോൽപ്പിക്കുവാനും കുറ്റാരൂപിതരെ അലക്കി വെളുപ്പിക്കുവാനും ശ്രമിക്കുമ്പോൾ നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തുവാൻ തൻ്റെ ഇടമുള്ള ചില അജഗണങ്ങൾ അതിനകത്തുണ്ട് എന്ന് കാണുമ്പോൾ ഒരു സല്യൂട്ട് അടിക്കാൻ തോന്നുകയാണ്.